ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇപ്പോൾ ദേ സമയം 7:15 ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്കിന്ന് എറണാകുളം നോർത്ത് പറവൂർ ഒരു എൻഗേജ്മെൻറ്റ്, ക്രിസ്ത്യൻ എൻഗേജ്മെൻറ്റിൻ്റെ ഹോസ്റ്റിംഗ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി, അത്യാവശ്യം മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇട്ടിട്ടില്ല, കാരണം ഞാൻ അവിടെ വരെ എത്തുമ്പോഴത്തേക്കും ഒരു 2-2.5 മണിക്കൂറുണ്ട് ഞാൻ കാറിൽ കിടന്നുറങ്ങും. പക്ഷെ രാവിലെ മഴ ചതിച്ചു. കാറിലാണ് പോകുന്നതെങ്കിൽ ഞാൻ കാറ് വരെ ഇത് ഇട്ടുകൊണ്ട് നടന്നു പോകുമ്പോഴത്തേക്കും നനയുമോ എന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇപ്രാവശ്യം FRC എന്നാണ്. ഞാൻ എല്ലാ പ്രാവശ്യം അവിടെ നിന്ന് ഓർണമെൻറ്റ്സ് എടുക്കുന്നത്. ഇപ്രാവശ്യം ഒരു ചേഞ്ചിൽ ഞാൻ ഔട്ട്ഫിറ്റ് എടുത്ത് നോക്കിയത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ട്. ഞാൻ കാണിച്ചു തരാം അത്. രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അമ്മമ്മ ചായ ഇട്ടെന്ന് ഒരു ചായ മാത്രമാണ് കുടിച്ചേക്കുന്നത്. അശ്വിൻ ഇപ്പോൾ വരും, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അത്രയേ ഉള്ളൂ, ബൈ. കുറച്ച് മഴയൊക്കെ നനഞ്ഞ് കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരുത്തൻ പറയുക അവൻ കണ്ണാടി മറന്നുപോയെന്ന്. ഒരു സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങിയാൽ തിരിച്ച് കയറല്ലെന്നാ. ഞാൻ കയറത്തില്ല. നിന്റെ പിന്നെ ഞാൻ മഴ നനയാ. ഇവൻ ആ ഗ്ലാസ് ഇല്ലാണ്ട് എങ്ങും ഇറങ്ങത്തില്ല. അതിന് മുന്നേ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഗ്ലാസ്. ഇത് ഞങ്ങള് ഫെബ്രുവരി എറണാകുളത്ത് പോയപ്പോ മേടിച്ചതാ ലെൻസ് കാർട്ട് ചെയ്യുന്നത്. അതില്ലാതെ അവൻ്റെ സ്ഥലത്തിറങ്ങത്തില്ല. രാത്രി ആയാലും വെച്ചോണ്ട് കിടക്കും. ചായ കുടിച്ചോ? ഞാൻ ചായയൊക്കെ കുടിച്ചു. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കമ്മലല്ല ആദ്യം ഇട്ടത്, ഞാൻ വേറൊരു വലിയ കമ്മലാണ് ഇട്ടത്. പക്ഷെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. ഇനി അവിടെ ചെന്നിട്ടെങ്ങാണ് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ അതും എടുത്തിട്ടുണ്ട്. 7 മണിക്ക് ഇറങ്ങിയതാണ്, 9 മണിയായി. ഞങ്ങൾ ഇപ്പോഴും അരൂരെത്തിയതേ ഉള്ളു. ബ്ലോക്ക്, അതിൻ്റെ ഇടയ്ക്ക് വിശക്കുകയും ചെയ്യുന്നു. ഇവനാണ് എന്നോട് രാവിലെ ഇറങ്ങിയപ്പോഴേ ചോദിച്ചത് നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ വിചാരിച്ച് ഇത്ര നേരത്തെ കഴിക്കണ്ടാവുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി കുറച്ച് മുന്നേ. ഞാൻ ഇപ്പോൾ എണീറ്റപ്പോൾ അരൂരെത്തിയതേ ഉള്ളൂ. ഞാൻ സമയം നോക്കിയപ്പോൾ 9 മണി. ഭയങ്കര ബ്ലോക്ക്. വിശന്ന് വന്നിട്ട് ലാസ്റ്റ് ഇത് എവിടെ എത്തി, ബൈക്കിൽ തന്നെ തൊട്ട് മുന്നേ ഒരു കട കിട്ടി. അപ്പം ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും AC ക്യാബിനിൽ കയറിയിരുന്നപ്പോൾ ആദ്യം ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ വേറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ. പക്ഷെ അതല്ല, ബ്ലോക്ക് കാരണം നമ്മുടെ സമയം നല്ലപോലെ പോയി. ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. 11 മണിക്ക് കൃത്യം ഞാൻ അവിടെ ചെല്ലാൻ വേണം. അടിപൊളി മസാല ദോശയായിരുന്നു, ഇഷ്ടപ്പെട്ടാ? നമ്മള് ചിലയിടത്തൊക്കെ കഴിക്കാൻ കയറി കഴിയുമ്പോ അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകത കാണും. ഇതെല്ലാം കൊള്ളായിരുന്നു. ചായയും കൊള്ളായിരുന്നു. മസാല ദോശ നൈസ് മസാല ദോശയായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന്റെ മസാല ഇഷ്ടപ്പെട്ടു. നെയ്റോസ്റ്റ് കഴിച്ചു. പെട്ടെന്ന് തിന്നു വെച്ചാ കേറി പറഞ്ഞു അവ പെട്ടെന്ന് കൊണ്ട് തന്ന് അപ്പൊ തന്നെ കഴിച്ചിട്ട് ഞങ്ങള് ഇറങ്ങി. ഒരു 9:50 ആയപ്പോ ഇറങ്ങി. 9:45 എന്തോ കയറിയത്, 9:40 എന്തോ കയറിയത്. പെട്ടെന്ന് ഇറങ്ങി, അടിപൊളിയായി. എത്ര മണി? 10:30 എന്തോ ആവുന്നു. 11 മണിക്ക് ചെല്ലാൻ പറഞ്ഞതാ. ഇന്നേ വരെ ഇല്ലാത്തൊരു ബ്ലോക്ക്. അവിടെ അരൂരെത്താൻ എടുത്ത് 1/4 മണിക്കൂർ. ഇപ്പൊ വൈറ്റിലയുടെ അവിടെ ഭയങ്കര ബ്ലോക്ക്. കുറെ നേരമായിട്ട് ബ്ലോക്കിൽ തന്നെ കിടക്കുക. ഈ ബ്ലോക്കിലൊന്നും പെടാതെ 10 മണിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 7 മണിക്ക് ഇറങ്ങിയത്. ഈ ഡ്രസ്സിന്റെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുത്തിട്ടില്ല. വാട്ട് ക്യാൻ വി ഡു, എന്ത് ചെയ്യുന്ന അറിയില്ല. 11 മണിക്ക് എൻഗേജ്മെന്റ്. അവർ പള്ളിയിൽ കയറും. ഒരു 15 മിനിറ്റത്തെ പരിപാടി ഉള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 11:30 ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഇന്നെല്ലാം പണി പാളും. അയാൾ എന്നോട് കൃത്യമായി പറഞ്ഞതാണ്, ഗ്രൂം ഷാർപ്പ് 11 മണിക്ക് അവിടെ ഉണ്ടാവണം. ഇത് കണ്ടോ, ചുറ്റും വണ്ടിയാ. അതാണ് ഫ്ലൈ ഓവറിൽ സാധാരണ ഇത്രയും ബ്ലോക്ക് ഇല്ലാത്തതാണ്. പക്ഷെ ഫ്ലൈ ഓവറിലാണ് ഇപ്പം ഈ ബ്ലോക്ക് കുറേ നേരമായിട്ട്. അരൂര് ബ്ലോക്ക് ആയതെന്ന് വെച്ചാൽ വലിയൊരു ക്രെയിനല്ലോ, എന്തോ പറയുന്നത്, ആ വണ്ടി കണ്ടെയ്നർ ഒരു ചെറിയ വഴിയിലോട്ട് ഇറക്കിയിട്ട് അതവിടെ പൊതഞ്ഞു പോയി. പിന്നെ JCB ഒക്കെ വന്ന് അതവിടെ പൊക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക്. ഇവിടെ എന്താ ബ്ലോക്ക് എന്ന് അറിയത്തില്ല. നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് മാറിയിരുന്നെങ്കിൽ ഒന്ന് എളുപ്പം പോകായിരുന്നു. ഭാഗ്യം, നമ്മൾ എല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ എത്തി. ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്.
സതീശൻ സാർ. നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടി വേദിയിലേക്ക് KV ആൻഡ് കമ്പനിയാണ്. നിങ്ങൾക്ക് ഇവന്റ് ഇഷ്ടമായാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ മൊമെന്റ്സിൽ അവരെ കോൺടാക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ മൈ നെയിം ഇസ് MC ആര്യ. എൻ്റെ പ്രോഗ്രാമും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ മൊമെന്റ്സ് കുറച്ച് കളറാക്കാനായിട്ട് എന്നെയും വിളിക്കാൻ മറക്കണ്ട. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. നല്ല അടിപൊളി വൈബുള്ള ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടുകാരും. ചെക്കൻ്റെ വീട്ടുകാർ ഒരു രക്ഷയില്ല, അടിപൊളി. 2 പെങ്ങന്മാരും ഹസ്ബൻഡും പിള്ളേരും അപ്പച്ചനും അമ്മച്ചൊക്കെ ഉണ്ട്. ഇവരുടെ എൻഗേജ്മെന്റ് ആണ്. ഇവരുടെ തന്നെ കല്യാണം ഈ വരുന്ന 12-ാം തീയതി കൊച്ചി വെച്ച് തന്നെ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട്. ആൻഡ് ഇതിലെടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എക്സൈറ്റഡ് ആയൊരു കാര്യം എന്ന് വെച്ചാൽ, VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി പെട്ടെന്ന് അപ്രതീക്ഷിത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പച്ചൻ വരും എന്നുള്ളത്. ഞാൻ കരുതി വെറുതെ പറഞ്ഞതാണ്. കാണാൻ പറ്റി, എന്തിനാ സംസാരിച്ച് ഫോട്ടോ എടുത്തു. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിനെ ഇത്ര അടുത്ത് ഞാൻ കാണുന്നത്. നല്ലൊരു മനുഷ്യൻ. നമ്മൾ അതിനകത്തേക്ക് കാണുന്ന പോലെ നല്ല ചിരിച്ച് വന്ന് അവരുടെ അടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ചെക്കനെയും പെണ്ണിനെയും വിഷ് ചെയ്തിട്ട് പോയി. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇറങ്ങി. ഫുഡ് കഴിച്ചു. കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ. 12:30 ആയതുകൊണ്ട് വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഇവൻ്റെ ഫോണിൻ്റെ ഒരു സാധനം കാണിക്കാൻ എടപ്പള്ളിയിലുള്ള ആപ്പിൾ കെയർ വരെ ഒന്ന് പോകണം. ഇവൻ്റെ ഫോണിന് ചാർജും നിൽക്കുന്നില്ല. പിന്നെ ക്യാമറ, എന്താണ് പറയുന്നത്, ആക്ഷൻ ബട്ടൺ, ക്യാമറയുടെ ഒരു ബട്ടൺ ഇല്ലേ, ഈ 16 തൊട്ടല്ലായിരുന്നു അത്. ഇവിടെ ഒരു ബട്ടൺ ഇല്ലേ, അത് അനങ്ങുന്നില്ല. അത് എവിടെയോ എന്തോ ആരോ പിടിച്ച ഇതൊക്കെ എന്താ ഇത് മറ്റേ പവർ ബട്ടൺ ആണെന്നും പറഞ്ഞ ആരോ ഇവിടെ കുറെ നേരിട്ട് അമുക്കിയപ്പോൾ ഇത് ജാമായിപ്പോയി. വാറണ്ടി കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് കാണിച്ചു നോക്കണം. എപ്പോഴും വിചാരിക്കും, പക്ഷെ നടക്കത്തില്ല. പിന്നെ ഞങ്ങൾക്ക് 2 പിള്ളേരെ കാണാനുണ്ട്. സമയം കിട്ടിയ അവന്മാരെയും കാണണം, വീഡിയോ എടുക്കണം. ഇപ്പം വെയിലുണ്ട്. ഇപ്പം എന്നും മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി പാടാണ്. ഇന്ന് പക്ഷെ ഇച്ചിരി വെയിൽ കാണുന്നുണ്ട്. പറ്റിയ വീഡിയോ എടുക്കണം. ഫോൺ നന്നാക്കാൻ നമ്മൾ ഐക്യറിൽ വന്നതാണ്. കുറേ കടയെ തപ്പിയിട്ടാണ് ഇത് കിട്ടിയത്. ഫോൺ കൊടുത്തിട്ട് ചിലപ്പോൾ ഫോൺ കൊടുത്തിട്ട് പോകാൻ പറയും, ചിലപ്പോൾ പറയും. കാരണം പെട്ടെന്ന് നന്നാക്കി കിട്ടിയില്ലെങ്കിലോ തിരക്കാം. കൊടുത്തിട്ട് പോകാൻ പറഞ്ഞ ഫോൺ നന്നാക്കത്തില്ലേ? ഡിവൈസ് റിട്ടേൺ റിപ്പയർ സബ്മിഷൻ ഇല്ലേ? കൊടുത്തിട്ട് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകും. പിന്നെ ഉള്ളത് കോട്ടയത്ത് അല്ലേ, കോട്ടയത്തേ ഉള്ളൂ. പിന്നെ അടുത്ത് അത് ക്ലെയിം ചെയ്യാൻ വന്നപ്പോൾ അവർ പറയുന്നത് ഇത് ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. എത്ര 16,000 രൂപ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന്. പിന്നെ അവനത് ഉപയോഗിക്കാറില്ല. പിന്നെ സെറ്റാക്കാന്ന് വിചാരിച്ച് പോയതാ. ഫിസിക്കൽ ഡാമേജ് ആണെങ്കിൽ ചെയ്തു കൊടുക്കത്തില്ല. ഇന്റേണൽ അല്ലല്ലോ, എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ. 16,000 രൂപ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. ജസ്റ്റ് 16,000 രൂപയ്ക്ക് നന്നാക്കണ്ട. അല്ലാണ്ട് നീ ക്യാമറ ഉപയോഗിച്ചാൽ മതി. ആക്ഷൻ ബട്ടൺ അല്ലേ, പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല അവനത്. അത് വെച്ച് ആ കവറിൻ്റെ ആ പോർഷൻ പോലും അനക്കിയിട്ടില്ല. ഞങ്ങൾ ലുലു പോയിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. ഒബ്സഷൻ അവിടെ ഉണ്ട്. ഒബ്സഷൻ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ PVR ഇതുവരെ കയറിയിട്ടില്ല. കാരണം സമയം നീണ്ടു നിവർന്ന് കിടക്കുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 4:40 ഉള്ളു. എന്താ പരിപാടി പിടിക്കാൻ നോക്കട്ടെ. ലുലു പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഇനി വയ്യ, വീട്ടിൽ പോവാ. ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ എല്ലാം എടുക്കാൻ പോവാന്ന് ഓർത്ത്. നല്ല വെയിൽ, പുറത്തെവിടെയും പോയി ഇരിക്കാൻ വയ്യ. വീട്ടിൽ ചെന്നാൽ ഇനി വീഡിയോ എങ്കിലും എടുക്കാൻ പോകാം. പക്ഷെ അതല്ല, നല്ല ബ്ലോക്ക്. ഇങ്ങോട്ട് വന്നപ്പോഴും ബ്ലോക്ക്. കുലുങ്ങി ഒരുമാതിരി തോട് റോഡൊക്കെ കിടക്കുന്നേ. അതിൻ്റെ ഇടയ്ക്ക് റോഡ് പണി, ചെളി, കുഴി, വെള്ളം. ഒരുമാതിരി വണ്ടി എത്ര വാഷ് ചെയ്താലും പിന്നെ വാഷ് ചെയ്യാൻ കയറ്റണം. നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക്. അതെ, താറ് വാങ്ങിക്കാം. എങ്ങനെയുണ്ട്? താറ് ഇഷ്ടമാണോ? താർ നല്ല ബ്ലോക്കാ. എന്നിനി വീട്ടിൽ ചെല്ലാനാ? ഞങ്ങളാണ് ലുലു മോളിലൊക്കെ പോവാന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ 12-ാം തീയതി വന്നല്ലോ. 12-ാം തീയതി വരുമ്പം ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഇല്ല, ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ എന്തോ 50% ഓഫർ ഉണ്ട്. അപ്പൊ ഇനി അന്ന് വരുമ്പോ കയറാന്ന് ഓർത്തിരിക്കുക.
അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി, ഒരു എയ്സ് ഇപ്പം അവിടെ ഒരു കുഴിയിൽ ഇരുന്ന് പോയി, അത് അനങ്ങുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ബ്ലോക്ക്. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോക്കുന്നു. വീഡിയോ എടുക്കാൻ പോവാം. ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാണ് ഒരു സ്ഥലത്തും കയറാതെ ആലപ്പുഴയ്ക്ക് വെച്ച് പിടിച്ച് വന്നത്. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാവോ? നല്ല മുടിഞ്ഞ മഴ, പെരും മഴ. ഈ എങ്ങനെ വീഡിയോ എടുക്കുന്നേ? ലുലുമോളിലും പോയില്ല, ചായ കുടിക്കാൻ പോലും നിർത്തിയില്ല, നേരെ പോകുന്നു. സമയം 4 മണി. മഴ കുറയുമെങ്കിൽ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ ഇന്നിടാൻ വീഡിയോ ഇല്ല. പെട്ടു. ഉറക്കം വരുന്നുണ്ടോ? എനിക്ക്. ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റ്. ഇപ്പൊ ഞങ്ങള് ചേർത്തലല്ല, കണിച്ചോളങ്ങര എത്തി. ഉച്ചയ്ക്ക് നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് വിശന്നു. ഞങ്ങൾ കലവൂരുള്ള ഹിമാലയ ബേക്കറിയോ പശിനൊരു ബ്രൗണി പറഞ്ഞു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ തിന്നു. നല്ല ബ്രൗണി, ഞാൻ തിന്നുവാണ്. ഹിമാലയ വന്നിട്ട് 2 ചപ്പാത്തിയും ബീഫ് റോസ്റ്റും ഞാൻ പറഞ്ഞു. ഈ കറി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കറിയത് ഡ്രൈ ആയിരിക്കും, പക്ഷെ ഇത് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ പാത്രം കാലിയായി. ഞാനൊരു ചപ്പാത്തിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോടാ കറി? നല്ല എരിവുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ചായയും കൊള്ളാം. പാതിരപ്പള്ളിയില് ഇല്ല, ഒരു ചേച്ചിയുടെ വീട്ടിൽ പോകാനുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷനാണ്. പുള്ളിക്കാർക്ക് സാരിയാ സെയിൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് ചെന്ന് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തിട്ടാണ്, വലിയ താമസമില്ല. സക്സസ്ഫുള്ളി നമ്മൾ മഴയില്ലാതെ ആലപ്പുഴയിലെത്തി. നമ്മൾ കിച്ചുവിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. 2 വീഡിയോ എടുക്കാനുണ്ട്, 2-3 എടുക്കാം സമയം കിട്ടിയാൽ. ഞങ്ങളിപ്പോൾ ജൂബിലി റോഡിൻ്റെ അവിടെ ഉണ്ട്. ഇപ്പോൾ മഴ വേണം അല്ലേ? ഇപ്പം ആർത്തിലഞ്ഞൊരു മഴ പെയ്യണം, അപ്പം എല്ലാം അടിപൊളിയായിരിക്കും. ഞങ്ങൾ സാരി കിട്ടിയത്, അതാണ് സാരി. നല്ല സാരി, എനിക്കില്ലാത്തൊരു കളറാണ് ആ സാരി. എൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടിയിട്ട് വേണം വീഡിയോ എടുക്കാൻ പോകാൻ. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, ഫോണിപ്പോൾ ഓഫാവും. ഇവന് ഭയങ്കര ഐശ്വര്യം എന്ന് വെച്ചാൽ ഇവന് ഏതെങ്കിലും ആളില്ലാത്തൊരു കടയിൽ കയറി വിചാരിച്ചു അപ്പം ആള് വരും. അല്ലേ, ഇന്ന് ഹിമാലയ കയറിയിട്ടും ഞങ്ങൾ കയറിയ കുറേ ആൾക്കാർ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവൻ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഐശ്വര്യമാണ്. കൂടെ ഞാനുണ്ട്, മേ ബി അതാവാം. സുന്ദരിയായിട്ടുണ്ട് ഞാൻ. ഒരു റീലെടുക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ. ചേച്ചി നോക്കണം, ചേച്ചി നോക്കിക്കൊണ്ടുപോകുന്നത്. ഞങ്ങളൊരു റീലെടുക്കുമ്പോൾ എൻ്റെ കോള് വരികയാണ്. അപ്പം അതിന് വേണ്ടി എൻ്റെ ഫോട്ടോ വേണം. അല്ലേ, കിട്ടി. കണ്ണാടി തരുമോ? 10% തരുമോ പ്ലീസ്? വാടകയ്ക്ക് തന്നാൽ മതി. ഇവൻ കിച്ചു, പരിചയപ്പെടുത്തും നിന്നെ. അതൊക്കെ ഉണ്ടോ, ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. പോവാം. ടാറ്റ. മഴ പെയ്തില്ല, ഞങ്ങൾ മഴയെ തോൽപ്പിച്ചു. വീഡിയോ എടുത്തു. ഇനി വീട്ടിൽ പോണം, എഡിറ്റ് ചെയ്യണം, ഉറങ്ങണം. ഇന്നത്തെ ക്യാമിയോ കിച്ചുവിനെ ഒരു ഷോട്ടിൽ എടുത്തിട്ട് കാണാവാടാ. ഇനി വീട്ടിൽ പോട്ടെ, ടാറ്റ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തി. രാവിലെ 7 മണിക്ക് പോയതാണ്, ഇപ്പം സമയം 7 മണി. ഒരു 12 hours ജേർണി ആയിരുന്നു. മഴയില്ലാഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഇപ്പം ഒട്ടും വയ്യ, രാവിലെ പോയതുകൊണ്ടാണോ നിറത്തിന് നല്ല നടുവേദനയുണ്ട്. ഇനി കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഡെയിലി 2 പ്രൊമോഷൻ വീഡിയോ ഒക്കെ വെച്ച് ഇട്ടുകൊണ്ടിരിക്കുക. കാരണം കുറേ പ്രൊമോഷൻസ് പെൻഡിങ് ആണ്. നമുക്ക് ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ടൊന്നും തീരുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം പോസ്റ്റ് ചെയ്തിന്, നാളെ പോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണേണ്ടതെന്നൊക്കെ കമൻറ്റിൽ നമ്മൾ അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എല്ലാം നിങ്ങൾക്ക് പറയണം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.